എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടാക്കി നോക്കാം. സാധാരണ ഒരു പുതിയ പവർ ബാങ്കിന് മാർക്കറ്റിൽ 1000-1500 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പഴയ ലാപ്ടോപ്പിൽ ബാറ്ററി സെൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതോ ഹാർഡ് ഡിസ്കോ റാമോ കംപ്ലൈൻ്റ് ആയ ലാപ്ടോപ്പിൽ ഉപേക്ഷിക്കാറാണ് പതിവ്. അത്തരം ലാപ്ടോപ്പിലെ ബാറ്ററിയിലെ സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പവർ ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആ ലാപ്ടോപ്പ് ബാറ്ററി പൊളിച്ച് അതിനകത്തുള്ള ഓരോ സെല്ലുകൾ എടുക്കണം. ആ സെല്ലുകളുടെ വോൾട്ടേജ് 2 വോൾട്ടിൻ്റെ മേലെയാണെങ്കിൽ അത്തരം സെല്ലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത ലാപ്ടോപ്പിൽ പോലും ചിലപ്പോൾ 1-2 സെല്ല് മാത്രമായിരിക്കും കംപ്ലൈൻറ്റ്. ബാക്കിയുള്ള സെല്ലുകൾ ഉപയോഗിച്ചും നമുക്ക് ഈ പവർ ബാങ്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഈ ഓരോ സെല്ല് എടുത്തിട്ട് ഡീസോൾട്ട് എടുത്ത് അതിൻ്റെ സർക്യൂട്ട് ബോർഡെല്ലാം മാറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ചാർജിങ് കൺട്രോളർ മൊഡ്യൂളാണ്. ഈ സർക്യൂട്ട് ഉപയോഗിച്ചാണ് ബാറ്ററി ചാർജ് ആവുന്നതും ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ച് നമുക്ക് ഫോണും അതുപോലെയുള്ള മറ്റു ഡിവൈസും ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഡിസ്പ്ലേ അടക്കമുള്ള ഒരു ചാർജിങ് മൊഡ്യൂളാണ്. ഇതിൽ 2 കണക്ഷനാണുള്ളത്. ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടേക്കാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്നത്. ബാറ്ററി പ്ലസും ബാറ്ററി മൈനസും എന്നും പറഞ്ഞിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അതിലൊരു LED ലൈറ്റ് കൂടി ഉണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിയും ഇതിൻ്റെ കൺട്രോളറും വെക്കാൻ വേണ്ടി ഒരു ചെറിയ കേസ് ഉണ്ടാക്കാം. സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഹൈലൈൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു ബോക്സ് പോലെ ഈ പവർ ബാങ്കിന് ആവശ്യമായ കേസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബാറ്ററി സെല്ലുകൾ ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് പാരലായിട്ടാണ്. അതായത് എല്ലാ ബാറ്ററി സെല്ലിൻ്റെയും പോസിറ്റീവ് സൈഡെല്ലാം ഷോർട്ട് ചെയ്തിട്ട് അവിടെ നിന്നൊരു കണക്ഷൻ ചാർജിങ് മൊഡ്യൂളിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കും, അതുപോലെ ഓരോ സെല്ലിൻ്റെ നെഗറ്റീവ് എല്ലാം കൂടി ഷോർട്ട് ചെയ്തിട്ട് ആ കണക്ഷൻ ചാർജിങ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് സോൾഡർ ചെയ്ത് വെച്ച എല്ലാ സെല്ലിനെയും ചാർജിങ് മൊഡ്യൂളിനെയും കേസിനകത്തേക്ക് വയ്ക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു കാരണവശാലും സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഷോർട്ട് ആവാനോ മറ്റു വഴിയിലൂടെ ഷോർട്ട് ആവാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ സെല്ല് പൊട്ടിത്തെറിക്കാനും മറ്റു അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കേസിനകത്തേക്ക് ചാർജിങ് മൊഡ്യൂളും ഓരോ സെല്ലും എടുത്ത് വയ്ക്കാൻ. ഇനി നമുക്ക് ഒരു USB കേബിൾ വെച്ച് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്ത് നോക്കാം. ഇവിടെ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് വ്യക്തമായി കാണാവുന്നതാണ്. ഈ ചാർജിങ് മൊഡ്യൂളിന് 2 ഔട്ട്പുട്ടാണുള്ളത്. 5 വോൾട്ടിൻ്റെ 1 ആംപിയർ ഔട്ട്പുട്ടും 5 വോൾട്ടിൻ്റെ 2.1 ആംപിയർ ഔട്ട്പുട്ടും ഉള്ളത്. നമുക്കൊരു മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്ത് വർക്കിംഗ് അല്ലെന്ന് നോക്കാം. ഇതുപോലെ പവർ ബാങ്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.